Good morning, ladies and gentlemen. Welcome to. He says, "Call me Shazam." Yes. We call him Shazam. Yes. We called Shazam. Yes. വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച എന്തുകൊണ്ടാ? പൈസ. I want some Dubai money. ടെക് യൂട്യൂബ് ചാനലിൽ നിന്നും ഷസാം ബ്രേക്ക് എടുക്കണം പറഞ്ഞു. Lot of negativity, bro. Like ഇപ്പോഴും ഞാൻ പറയേ നമുക്കൊരു അക്സെപ്റ്റൻസ് കുറവാണ്. ക്രിയേറ്റേഴ്സ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. I can't get a bank loan. Seriously? Yeah. നമുക്ക് സാലറി സ്ലിപ്പ് വേണം. We want this, that. Even നമ്മുടെ ബാങ്കിൽ നിന്ന് റവന്യൂ വന്നാൽ പോലും ലൈക്ക് വി നീഡ് ഓൾ ദോസ് സ്റ്റഫ്. എവരിബഡി സീസ് യു ലൈക്ക് ചുമ്മാ മറ്റേ ക്യാമറയും ആ ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ എല്ലാ ജോലിയും റെസ്പെക്ട് ചെയ്യണം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐക്കു എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു ആഡ് ഉണ്ട് വന്ന് ചെയ്യണം. ഞാൻ പോയി പണിയാക്കാം. അറിയാം ഞാൻ നിങ്ങൾ ആഡ് ചെയ്യാം. അടുത്ത കോൾ വിളിച്ചിട്ട് DQ ആയിട്ടാണ് ആഡ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. DQ has asked me OnePlusന്റെ ഫോൾഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചായിരുന്നു. എങ്ങനെയുണ്ട്? I said it was really nice. മമ്മൂക്ക bought it. കുറച്ച് നാള് പുള്ളി അതാ യൂസ് ചെയ്തോണ്ടാണെന്ന്. ടാക്സ് കൊടുത്ത് മടുത്തിട്ടാണ് ഷസാം ദുബായിലേക്ക് പോയത്. ഇവിടെ എപ്പോഴും കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് റവന്യൂ ഇപ്പോൾ ഇവിടെ തന്നെ. ഇപ്പൊ ഇവിടെ വരണ പ്രൊമോഷൻസ് ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വണ്ടിയാണ് ടെസ്ല. നമ്മളെ ദുബായിൽ ടെസ്ല ഇസ് ഊബർ. ഇറ്റ്സ് ദ മോസ്റ്റ് അൺകംഫർട്ടബിൾ കാർ. ഇതിന് ചിലപ്പോൾ മറ്റേ ഇലോൺ മസ്കിന്റെ ആൾക്കാരൊക്കെ വന്ന് ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺകംഫർട്ടബിൾ കാർ. അതേപോലെ BYD കാറുകളൊക്കെ എന്ത് രസമാണെന്ന് അറിയോ. ചൈനയാണ് ബെറ്റർ എന്നാണ് അത് പറഞ്ഞാലും പ്രശ്നം. ഈ സ്ലാങ് ആണ് ഷസാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയും. ഓ തന്നെ ഭയങ്കര രസമാണ്. പക്ഷെ ഒരു കാലത്ത് ഷസാമിന് ചെറിയൊരു ഇൻസെക്യൂരിറ്റി കോളേജിലെ സമയത്ത് ആ ഒരു കോൺഫിഡൻസ് വരിക എന്ന് നാട്ടുകാർ ഇല്ലാതാക്കിയാണ് കോൺഫിഡൻസ് അല്ലേ. നാട്ടുകാരല്ല എന്റെ കോളേജിലുള്ള ഊളാള്. ഡോണ്ട് ചേഞ്ച് ഫോർ എനി വൺ ഓർ എനിത്തിങ്. അതാണ് ബ്യൂട്ടി. ബാക്കിയുള്ളവരെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ മാറണോ? ഷസാം, വെൽക്കം ടു സ്റ്റാർജാം. Oh my God, thank you so much, guys. പുതിയൊരു ലൈഫിലാണ് ഷസാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അൽ ഷസാം വ്ളോഗിംഗ് ക്യാമറ പിടിച്ചാണ് ഷസാം വരുന്നത് നടക്കുന്നത്. It's very weird for me also. എങ്ങനെയുണ്ട്? അത്ര എളുപ്പമല്ല. കാരണം ക്യാമറയിലേക്ക് നിൽക്കുന്ന പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അറക്കുക. എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയത്തില്ല. സെയിം വിത്ത് മീ ഓൾസോ. മൈ ബ്രദർ ഓൾസോ സ്റ്റാർട്ടഡ് വ്ളോഗിംഗ്. പക്ഷെ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ. ഇപ്പൊ നമുക്കുള്ള ഒരു പോസിറ്റീവ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഇതുപോലത്തെ ഒരു ക്യാമറ നോക്കിയിട്ട് ഗൈസ് എന്തുണ്ട് അങ്ങനെയൊക്കെ കാണിക്കണത് കൊണ്ട് ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് നമ്മൾ ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് റൂമിലായിരിക്കും. നോബഡി ഈസ് കമ്മിങ് ടു ഡിസ്റ്റർബ് യു ആൻഡ് ദ ക്യാമറ ആൻഡ് ദ ഓഡിയൻസ്. ബട്ട് വെൻ യു ടേക്ക് എ ക്യാമറ ആൻഡ് ഗെറ്റ് ഔട്ട് ഓൺ സ്ട്രീറ്റ്, അതൊരു ഡിഫറെന്റ് ഫീൽ. അത് ചമ്മലുണ്ട്. ആൾക്കാരെന്ത് വിചാരിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ദുബായ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. അവിടെ ആൾക്കാർ ദേ വാല്യൂ ദെയർ പ്രിവസി അലോട്ട്. എനിക്ക് തോന്നുന്നു ഐ ഹാഡ് എ ബ്ലാസ്റ്റ് ഓഫ് എ വ്ളോഗിങ് ഓൺ ചൈന. ഐ വെന്റ് ടു ചൈന റീസെന്റ്. ഷവോമിയുടെ കാറിന്റെ ദാറ്റ് വാസ് ഫൺ. They are like you do you. എന്തോ ചെയ്തോ. ബിക്കോസ് അവിടെ വഴിയിലൊക്കെ നിന്ന ആൾക്കാർ ലൈവ് സ്ട്രീം ഒക്കെ പോകുന്നത് ലൈക്ക് ഒരു ട്രൈപോഡൊക്കെ കൊണ്ടുവച്ചിട്ട് പബ്ലിക്ലി ദേ ഡു ദാറ്റ്. പിന്നെ ആൾക്കാരൊക്കെ വന്നിരുന്ന് മറ്റേ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ പോകും. ഇറ്റ്സ് വെരി ഫൺ. വ്ളോഗേഴ്സിന്റെ നാടാണോ അതെനിക്ക് അറിയത്തില്ല. ബട്ട് പീപ്പിൾ വെർ ചിൽ. അവർക്ക് അങ്ങനെ നമ്മളൊരു ഏലിയനേറ്റഡ് ആയിട്ട് നോക്കും. ദേ ആർ ലൈക്ക് ഹീസ് ഡൂയിങ് ഹിസ് ജോബ്, ലെറ്റ് ഹിം ഡു ഇറ്റ്. ഇഫ് ദേ ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്, ദിൽ ജസ്റ്റ് ഡു ദാറ്റ് ഓൾസോ. അത് ഭയങ്കര രസമാണ്. എനിക്ക് ആ ഇനിഷ്യൽ ടൈം ഐ വാസ് ലൈക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് ഇതൊരു ബോറായിരിക്കും. പക്ഷേ ഇറ്റ് വാസ് ഫൺ. ഈ കാർത്തിക് സൂര്യയുടെ വിളിച്ച് ടിപ്സ് ചോദിച്ചോ? അവനെ കണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ യു കാൻ നെവർ ഡു വാട്ട് കാർത്തിക്. ഇപ്പം കാർത്തിക്കിന്റെ രണ്ട് ഫേസ് ആണ് നമ്മൾ കാണുന്നത്. അതായത് കാർത്തിക് ഇപ്പം നമ്മൾ സുജിത് ഭക്തനൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ക്യാമറ ലൈക്ക് ഷോയിങ് ആൾക്കാരെ കാണിക്കുന്നു, അല്ലെങ്കിൽ പ്ലേസ് കാണിക്കുന്നു, ദെയർ വോയിസ് ഓവർ, പിന്നെ അവരെ കാണിക്കുന്നു. അത് പുള്ളിയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദർ ഇസ് അനദർ കാർത്തിക് സൂര്യ. ആ വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. ട്രൈപോഡും ഇതും കൊണ്ട് നടക്കുന്ന ഒരു കാർത്തിക് സൂര്യ ഉണ്ട്. കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വാക്കിംഗ് ഷോട്ട്, മറ്റേ ഷോട്ട്, എൻട്രിങ് ഷോട്ട്, ലിഫ്റ്റിൽ കയറുന്ന. ദാറ്റ് ഇസ് അതൊന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പോയിട്ട് ഇപ്പം ഈവൻ ഇഫ് ഫണ്ട് ഐ സെ ഇന്ന് ചെയ്തു നോക്കാം എന്നാ പറഞ്ഞാലും ചെയ്യാൻ പറ്റൂല. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ. ഉണ്ട്. അതാ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളിപ്പോൾ ചിലവരൊക്കെ പറയും കോണ്ടന്റ് ക്രിയേഷൻ എളുപ്പം തോന്നുന്നു, ക്യാമറ നോക്കി വെച്ചിട്ട് അങ്ങ് ജസ്റ്റ് ഡു ഇറ്റ്, then you will understand. It's very tough. അപ്പോൾ വ്ളോഗിങ്ങിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? പൈസ. I want some Dubai money.
because Al Shazam is linked with Dubai AdSense. Okay. മറ്റു രണ്ടും ഇന്ത്യയിലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഞാനത് കൈവച്ചിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. സോ ഐ വാസ് ലൈക്ക് ലെറ്റ്സ് ഡു എ ചാനൽ ഇൻ ദുബായ് ഇറ്റ്സെൽഫ്. സോ ദാറ്റ് യുനോ ഇപ്പം നാളെ നമുക്കിപ്പം ദുബായ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ നമുക്ക് കാണിക്കാം, ദേ ഹാവ് ദിസ് ചാനൽ, ദിസ് ഇസ് ഡൂയിങ് വെൽ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വി ഹാവ് ടു ബി ലൈക്ക് ദാറ്റ്. ദുബായിലെ ഇൻഫ്ലുവൻസർ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ പറയും? ദുബായ് ഇൻഫ്ലുവൻസർ ലൈഫ് കുറച്ച് നൈസാണ്, ഇച്ചിരി കഠിനാധ്വാനം കൂടുതലാണ്. ബിക്കോസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു സെപ്പറേറ്റ് മാർക്കറ്റാണ്. അപ്പം നമ്മൾ ആ ഒരു മാർക്കറ്റിലോട്ട് കയറുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള പരിപാടി. ബിക്കോസ് ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ആൾക്കാർ ഇങ്ങോട്ട് വരും, ബട്ട് ദെയർ വി ഹാവ് ടു പ്രസന്റ് അവർ സെൽഫ്. അതെ. പിന്നെ ആദ്യമൊന്നും തന്നെ മറ്റേ കോടികളും കിട്ടൂല. വി ഹാവ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ലൈക്ക് യുനോ വി ക്യാൻ ബ്രിങ് ദി ഓഡിയൻസ് എന്ന് അത് കാണിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഭാഗ്യത്തിന് ഖാലിദ് ആൻഡ് ഓൾ കൊളാബറേറ്റഡ് വിത്ത് മീ. സോ അതൊരു എക്സ്ട്രാ മൈലേജ് നമുക്ക് കിട്ടും. നമുക്ക് പറയാൻ പറ്റും വി ഹാവ് കൊളാബറേറ്റഡ് വിത്ത് ദീസ് പീപ്പിൾ, ദീസ് ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഇതാണ്. അതൊരു ഭാഗ്യം കേട്ടോ. അത് പക്ഷെ നമ്മൾ ആ ഇനിഷ്യൽ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഐ തിങ്ക് മല്ലു ചിക്കാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഖാലിദിൻ്റെ അടുത്ത്. ഖാലിദ് ഹാസ് നോട്ട് സീൻ മൈ വർക്ക് ഓർ എനിത്തിങ്. വയ മല്ലു ചിക്ക് ഷീ സെഡ് ഇങ്ങനെ ഒരാളുണ്ട്. സോ അങ്ങനെ വി കൊളാബറേറ്റഡ് ഫസ്റ്റ്. അത് ഹെൽപ്പ് ചെയ്തോ? അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തത്. 2 മാസം ദുബായിൽ, 2 മാസം അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. ബട്ട് യാ തിങ്സ് ആർ കൈൻഡ് ഓഫ് ഗുഡ്. ബട്ട് ഞാൻ കുറച്ചും കൂടെ സെറ്റാണ്. ഇപ്പോൾ ഗോൾഡൻ വിസ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സോ അതിപ്പോൾ ക്രിയേറ്റർ HQ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരിപാടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് യുനോ ക്രിയേറ്റേഴ്സിനെ അവർ വിളിക്കുകയാണ്. അതായത് യു ക്യാൻ കം ഹിയർ, യു ക്യാൻ ഡു കോണ്ടന്റ്. അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് കയറിയിട്ട് പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഫോർ ഗോൾഡൻ വിസ. അത് അവർ നോക്കും, വെറുതെ ഒന്നും കിട്ടൂല. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവരൊരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു പ്രോസസ്സാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യെസ്. സോ അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്ലി പരിപാടി. പിന്നെ അവർക്ക് ഈ HQ എന്ന് പറഞ്ഞിടത്ത് തന്നെ യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് കോണ്ടന്റ്. ദേ ആർ സെറ്റപ്പ് ലൈക്ക് ദീസ്. യു ക്യാൻ ഡു പോഡ്കാസ്റ്റ് ഓർ യു ക്യാൻ ഡു സ്റ്റുഡിയോസ് ഉണ്ട്. യാ, ഇറ്റ്സ് ഫൺ. അതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ വന്നാൽ ഇറ്റ് വിൽ ബി നൈസ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യു ക്യാൻ ഗോ ടു മറ്റേ ബോംബെയിലുള്ള സ്റ്റുഡിയോ, യൂട്യൂബിന് ഐ തിങ്ക് ദർ ഇസ് എ സ്റ്റുഡിയോ ഇൻ ബാംഗ്ലൂർ. പക്ഷെ നമുക്ക് റീജിയണലി എല്ലായിടത്തും ഇതുപോലത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇത് ചെയ്തിട്ട് ഒരു സാധനം ചെയ്താൽ ഇറ്റ് വിൽ ബി നൈസ്. ഇപ്പോഴും ഞാൻ പറയേ നമുക്കൊരു അക്സെപ്റ്റൻസ് കുറവാണ് ക്രിയേറ്റേഴ്സ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഐ കാൻ ഗെറ്റ് എ ബാങ്ക് ലോൺ സീരിയസ്ലി. they will be നമുക്ക് സാലറി സ്ലിപ്പ് വേണം, വി വോണ്ട് ദിസ് ദാറ്റ്. ഈവൻ നമ്മുടെ ബാങ്കിൽ നിന്ന് റവന്യൂ വന്നാൽ പോലും ലൈക്ക് വി നീഡ് ഓൾ ദോസ് സ്റ്റഫ്. ബാങ്കിന് അറിയാലോ യൂട്യൂബ് റവന്യൂ ഒക്കെ. ഡസന്റ് മാറ്റർ. അതാണ് ഞാനും ആലോചിക്കുന്നത്. അവർക്ക് അറിയാം നമുക്ക് എത്രയാണ് വരുന്നതെന്നും എന്താണ്. എൻഡ് ഓഫ് ദ ഡേ ദേ ആർ ലൈക്ക് വി കാൻ ഗിവ് യു ലോൺ. സാലറി സ്ലിപ്പ് വേണം. പ്രോസസിന്റെ ആ കാർ എടുത്ത് തന്നെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്ന് അറിയും. ഞാൻ ബാങ്ക് ഓഫ് ബറോഡ അവരാണ് എനിക്കിത് സെറ്റ് ചെയ്ത് തന്നത്. The convincing which I've done was crazy. എത്രയോ പേരെ ശുപാർശ കാര്യങ്ങൾ. ഐ തിങ്ക് നമ്മൾ പിന്നെ ഭാഗ്യത്തിന് ITR ഫയൽ ചെയ്യുന്നതുകൊണ്ട് അത് കൊടുത്തത് കൊണ്ട് ഐ ഗോട്ട് എ കാർ ലോൺ. അങ്ങനെ ഹോം ലോണൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു അക്സെപ്റ്റൻസ് ഐ ഫീൽ എവിടെയൊക്കെയോ എനിക്കങ്ങനെ എവരിബഡി സീസ് യു ലൈക്ക് യുനോ ചുമ്മാ മറ്റേ ക്യാമറയും ആ ഒരു സാധനമാണ്. അത് എനിക്കെന്തോ യുനോ ദ റെസ്പെക്ട് ഇസ് നോട്ട്. ഇപ്പം നമ്മൾ എല്ലാ ജോലിയും റെസ്പെക്ട് ചെയ്യണം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡസൻറ്റ് മാറ്റർ. ഇപ്പം നമുക്കൊരാൾ ചായ കൊണ്ട് തരുന്ന ഒരാളെ വരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. ഐ വിൽ നെവർ സേ ദാറ്റ് അവൻ ചായ കൊണ്ട്. അങ്ങനെയല്ല. ഹീ ഈസ് ഡൂയിങ് ഹിസ് തിങ്. ദാറ്റ്സ് ഹൗ ഹീ മേക്സ് എൻ ഏർണിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. നമുക്ക് അത് 10 രൂപ 10 രൂപ കിട്ടുന്ന അങ്ങനെ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദർ ആർ. ബട്ട് ഈ ഔട്ട്സൈഡ് ഇതിൽ ദേ ആർ ലൈക്ക് ഒരു ചുമ്മാ അതാർക്കും ചെയ്യാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഐ എം ടേക്കിംഗ് എ ബ്രേക്ക്. ടെക് യൂട്യൂബ് ചാനലിൽ നിന്നും ഷസാം ബ്രേക്ക് എടുക്കാണെന്ന് പറഞ്ഞു. വൈ എന്താ? ലോട്ട് ഓഫ് നെഗറ്റിവിറ്റി ബ്രോ. ലൈക്ക് ഒന്ന് അത്, പിന്നെ എനിക്കൊരു ബ്രേക്ക് വേണം. ഐ തിങ്ക് 2021 ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ആൻഡ് സോഷ്യൽ മീഡിയ എവറിത്തിങ്. 2020 ഐ സ്റ്റാർട്ടഡ്. ബട്ട് 2021 കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത് അന്ന് തൊട്ടാണ്. അന്ന് തൊട്ട് ലൈക്ക് ടിൽ ഐ തിങ്ക് ദാറ്റ് ഡേ വിച്ച് ഐ സെഡ് ബ്രേക്ക് വേണം. ഐ വാസ് ലൈക്ക്
വർക്ക് എവറി ഡേ. രാവിലെ ഞാൻ ഒരു 6:30 എണീക്കും, ചായ വിത്ത് 6:30 എണീക്കും. ദെൻ ഐ ബി ലൈക്ക് റിസർച്ചിങ് ടോക്ക് ടു പീപ്പിൾ. ഇപ്പം ടെക്കിൻ്റെതാണെങ്കിൽ മാർക്കറ്റ് അനലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഈ പറയുന്ന ടെക് എക്സ്പേർട്സുകളുണ്ട്, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. പിന്നെ ചായ വിത്ത് ടെക് ഈസ് മോർ ലൈക്ക് യുനോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ, ലീക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വൺ സ്റ്റെപ്പ് കാണാമെന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. ദെൻ വി ഹാവ് ടു, ഇപ്പം ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അതിൽ വല്ല ഗുണമുണ്ടോ എന്ന് അറിയണം. എന്നാൽ മാത്രമേ ആ സാധനം മേടിച്ച് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ റിവ്യൂ യൂണിറ്റ് കിട്ടും. റിവ്യൂ യൂണിറ്റ് കിട്ടുന്നതിൻ്റെ അവിടെയാണ് പ്രശ്നം. അത് വരുമ്പോൾ people have a misinformation that it's paid. There are paid review, I agree. അതേപോലെ റിവ്യൂ യൂണിറ്റ് തന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പറയാമെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു സാധനം നമ്മൾ ചെയ്താൽ പോലും അത് പെയ്ഡ് ആവും. ആൻഡ് ഐ എം ഡൺ വിത്ത് എക്സ്പ്ലെയിനിങ് മൈസെൽഫ്. മടുത്ത്. പക്ഷെ ഓൾറെഡി ഫേമസ് ഷസാം ദുബായിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്താ പറയുന്നത്? അവിടുത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റ് ഒന്ന് ഇളകിയോ? ദുബായ് മാർക്കറ്റ് ഇസ് എൻറ്റയർലി കുറച്ച് ഡിഫറെൻറ്റും കുറച്ച് ചലഞ്ചിങ്ങുമാണ്. ഒന്ന്, നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബ്രോയിൻ്റെ കോണ്ടന്റ് ഇസ് യു ടോക്ക് ടു പീപ്പിൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്യുവർലി പ്രൊമോഷൻ അല്ല, മനസ്സിലായില്ലേ? അവിടെ ആ ഒരു സാധനം ഇസ് ഡിഫറെൻറ്റ്. അവിടെ ദർ ആർ ഫ്യൂ ക്രിയേറ്റേഴ്സ്, നോട്ട് എവറി വൺ, ദേ ഓൺലി ഡു പ്രൊമോഷൻസ്. അത് ഇൻഡയറക്ട്ലി വിൽ അഫക്ട് ദ അൽഗോരിതം. ആ കോണ്ടന്റ് ക്രിയേഷൻ കമ്മ്യൂണിറ്റിയും ഇതും അഫക്ട് ചെയ്യും. ബിക്കോസ് ബേസിക്കലി പ്രൊമോഷനാണ് നടക്കുന്നതല്ല. നമുക്ക് മറ്റേ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നവര് കുറവാണ്, മനസ്സിലായി? ഇപ്പം കാലിതുണ്ട്, ദെൻ നമുക്ക് സുബിനോളജി, എനിക്ക് ഫുഡിന്റെ സുബിനോളജി ഭയങ്കര ഇഷ്ടമാണ്. നൊമാഡിയൻ ഇസ് ഗുഡ് ബിക്കോസ് അവന്റെ ആ ഒരു ഫൺ സാധനമാണ്. അതായത് അവനും അവന്റെ വൈഫും ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടെ ഉള്ള ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ള ഇറ്റ്സ് ഫൺ ടു വാച്ച്. ഇപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ആൾക്കാരിങ്ങനെ നമുക്ക് പറ്റും. മറ്റവിടെ ആ ഒരു ഇത് കുറച്ച് ചെറിയ മാർക്കറ്റാണ്, പ്രൊമോഷൻസ് ആണ് കൂടുതൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അതാണെന്നല്ല, എനിക്ക് അങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് അതൊന്ന് മാറ്റിയ നൈസായി. ബിക്കോസ് ജെന്യുവിൻ ആയിട്ട് ഒരു സാധനം അവരെ നീഷ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പ്രോപ്പറായിട്ട്, അതായത് ഓർഗാനിക് കോണ്ടന്റിന്റെ ഇടയിൽ കൂടെ ഒരു കുറച്ച് പ്രൊമോഷൻസ് ചെയ്ത അത് അവർക്കും നല്ലതായിരിക്കും. ഇതാകുമ്പോൾ അവരെ ഫേസ് കാണുമ്പോൾ തന്നെ അടുത്ത പ്രൊമോഷനും കൊണ്ടുപോകുമ്പോൾ ഇന്ന് നമുക്കൊരു ഫീൽ വരും. അപ്പം നമ്മളും ഒരു ബേസിക് നമ്മളൊരു സൈക്കോളജിയാണ് അത്. ഒരാൾ ഇപ്പം മിഥുൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും സാധനം കാണാൻ നമ്മളിങ്ങനെ അവരിപ്പം ഇടയ്ക്കിട്ടാലും വി വിൽ വാച്ച് ദാറ്റ് പ്രൊമോഷൻ ബിക്കോസ് ദേ ഗിവ്സ് അസ് നൈസ് കോണ്ടന്റ്, ഫൺ കോണ്ടന്റ്. അപ്പൊ അതുപോലെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എന്തിനാ ദുബായ് പോയെന്ന് വെച്ചാൽ എന്ത് പറയും? ഒന്ന്, എനിക്ക് ടെക്കിന്റെ അവൈലബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആണ് അവിടെ. ഐഫോൺ ഒക്കെ ആദ്യം കിട്ടും. യു വിൽ ഇപ്പൊ ചില ഇവിടെയൊന്നും കിട്ടാത്ത സാധനങ്ങൾ അവിടെ കിട്ടും. ഇമ്പോർട്ട് ചെയ്യാം. യു ഡോണ്ട് ഗെറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പോസിറ്റീവായിട്ട് ടെക്കിൻ്റെ ആസ്പെക്ട്സിലുണ്ട്. പിന്നെ ദുബായിലെ കേസ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് അറിയത്തില്ല. ബിക്കോസ് പണ്ട് ഞാൻ ദുബായിൽ പഠിച്ച ഒരാളാണ്. ഐ വർക്ക് ദെയർ ഓൾസോ. പ്രവാസി ആയിരുന്നു. ദുബായിലും ഖത്തറിലും നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമ ഒരു 10 to 15 days അത് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 10 days കഴിഞ്ഞാൽ അവിടെ ഇറങ്ങത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഈ സാധനം ഉണ്ടെന്ന്. ഞാൻ ഇപ്പോഴായിട്ട് പോയതിനു ശേഷമാണ് അവന്റെ ഗുണമായി എല്ലാ റിലീസും അവിടെ റിവ്യൂ ചെയ്യാം. അപ്പോൾ ലൈക്ക് ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഫൺ. പിന്നെ ഐ ക്യാൻ ട്രാവൽ ഈസിലി. ഇപ്പോൾ ചൈനയുടെ വിസ, ഈവൻ ദോ ഷൗമി ആണ് എനിക്ക് അത് സെറ്റ് ചെയ്ത് തന്നെങ്കിലും ഐ ടുക്ക് ദ വിസ. ഞാൻ എടുത്തത് ഷൗമി സ്പോൺസർ ട്രാവൽ ആയിരുന്നു. കാർ കാണിക്കാൻ കൊണ്ടുപോയത്. അതെ, ഈ വിസ എനിക്ക് 3 days കൊണ്ട് കിട്ടി. ബാക്ക് ഇൻ ഇന്ത്യ ഇവർ ക്രിയേറ്റേഴ്സിന് they were like trying to get it for 10 days. എന്നിട്ടും കിട്ടിയില്ല. സോ ഈസ് ഓഫ് ഗെറ്റിംഗ് വിസ ഓർ ട്രാവൽ ഇതൊക്കെ ഭയങ്കര കുറച്ചും കൂടെ ബെറ്റർ ആണ് അവിടെ.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് അൽഷസാം വിൽ ബി ഫൺ. പക്ഷെ ആ പേര് അടിപൊളിയായിട്ടോ. സാധാരണ നമ്മൾ പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂട്ടി പറയുന്നതാണ് അല്ല്. അല്ലിട്ട് തന്നെ ബ്രോ പേര് നമ്മളെന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ അല്ല്. അതുകൊണ്ട് ഭയങ്കര സോൾ ടച്ചിങ് പേരായി പോയി അൽഷസാം യൂട്യൂബ് ചാനൽ. കുറെ ആലോചിച്ചോ അതോ പെട്ടെന്ന് ചുമ്മാ കിട്ടും? ഒരു അറബിയിലെ ഫോട്ടോയും ഞാൻ മറ്റേ സ്നാപ്ചാറ്റ് ഫിൽറ്റർ. എങ്ങനെയുണ്ട് അവിടുത്തെ താമസവും വീടും ഏരിയ? വെരി നൈസ്. എവിടെയാണ് ഷസാമിന്? എവിടെയാ ദുബായിലുള്ളവർക്ക് കാണാൻ പറ്റുക? നമ്മുടെ ബുർജുമാൻ മൻകൂൽ എന്ന് പറയുന്ന ഏരിയയിൽ ഞാനും എൻ്റെ പാർട്ണറുണ്ട്. വി ആർ ലൈക്ക് ഹാപ്പിലി. മലയാളികൾ ഉള്ള ഏരിയ ആണോ നമ്മൾ? പിന്നെ ആ ഏരിയയിലാണ് നമ്മുടെ ഫുഡും പരിപാടികളും ഒക്കെ ഉള്ളത്. അവിടെ മൻകൂലും കറാമയും തൊട്ടപ്പുറത്ത് കറാമ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ സേഫാണ്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പം എനിക്ക് മറ്റേ ദേറ മാർക്കറ്റ് അവിടെയൊക്കെയാണ് ഈ ടെക്കിൻ്റെ സ്ഥാനങ്ങളും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ പോകാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ അൽത്തമാം എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവരിൽ നിന്നാണ് ഞാൻ മിക്ക സാധനങ്ങളും എടുക്കുന്നത്. വേണമെങ്കിൽ വാങ്ങിച്ചു ഉപയോഗിക്കരുടേ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ സ്ലാങ് ആണ് ഷസാമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷസാമിൻ്റെ ആ സംസാരം. അപ്പോൾ സ്ലാങ് ഇസ് ബ്യൂട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ തന്നെ ഇത് ഭയങ്കര രസമാണ്. അപ്പോൾ പക്ഷെ ഒരു കാലത്ത് ഷസാമിന് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് കോളേജിൽ സമയത്ത്. പക്ഷെ അത് വേണ്ടല്ലോ, സ്ലാങ് അല്ല ഒരാളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സി ദാറ്റ്സ് ദ തിങ്. ആ ഒരു കോൺഫിഡൻസ് വരിക എന്ന് നാട്ടുകാരില്ലാതാക്കിയാണ് കോൺഫിഡൻസ്. നാട്ടുകാരല്ല, എൻ്റെ കോളേജിലുള്ള ഊളാള് അവര് നമ്മള് ഇല്ലേ ഈ സാധനം വരും. അപ്പൊ എന്തുവാടാ ആ എന്തുവാടാ വിൽ അഫക്റ്റ് യു. ഇപ്പൊ അതെ, നമ്മള് മാക്സിമം മറ്റേ പിടിച്ച് സംസാരിക്കാം. അന്നത്തെ സംസാരം എങ്ങനെയായിരുന്നു? മാറ്റിയ സംസാരം? അയ്യോ അതെനിക്ക് പറഞ്ഞൂടാ. മാക്സിമം മറ്റേ ഈ ആലോചിച്ചിട്ടൊക്കെ ഓക്കെ. അല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ വളർന്നത് ട്രിവാൻഡ്രത്താണ്. ഐ പ്രൗഡ് ടു ബി ദാറ്റ്. അഗെയിൻ ഇപ്പം നമുക്കൊരു ഇംഗ്ലീഷ് ആക്സെന്റ് വരുന്നു, അപ്പം തന്നെ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരുത്തം എന്ന് പറയും യു ഹാവ് എ മല്ലു ആക്സെന്റ്. അപ്പം ഞാൻ അവൻ്റെ മുഖത്ത് ഇത് നീ പിന്നെ എന്തും സായിപ്പാണെന്ന് ചോദിക്കും. ബിക്കോസ് അവൻ ഡൽഹിക്കാരന്, അവനും ഉണ്ട് ഈ പറഞ്ഞ സാധനം. ഓക്കെ, ഇഫ് യു ആർ എ ബ്രിട്ടീഷണർ ദേ വോണ്ട് സേ ഇറ്റ്. ഒന്നാമത്തെ കാര്യം, അവര് നമ്മൾ പറയുന്നത് അവർക്ക് കൺവേ ആവുന്നുണ്ടെങ്കിൽ ദേ വിൽ നെവർ ജഡ്ജ് യു. അല്ല, അവർക്കും ആക്സെന്റ് ഉണ്ട്, ബ്രിട്ടീഷ് ആക്സെന്റ്. അഗൈൻ അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല ചില സമയത്ത്. ബട്ട് ദേ വിൽ നെവർ ഡു ദാറ്റ്. ഇതെന്ന് പറയുന്നത് ആ ഒരു പ്രശ്നമാണ്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വന്നിട്ട് ഹാവ് എ മല്ലു ആക്സെന്റ്. അതിനെന്താ? ഉണ്ട്. എനിക്ക് സായിപ്പാകാൻ പറ്റൂല. ബിക്കോസ് നമ്മൾ പഠിച്ച് വളർന്ന സാഹചര്യവും സ്കൂളും കാര്യങ്ങളും. ഇപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മൾക്ക് സ്കൂളിലൊക്കെ പറയുമ്പം ഫൈനുണ്ട് ഇംഗ്ലീഷ് അല്ലാതെ മലയാളം സംസാരിച്ചാൽ. സ്റ്റിൽ വി ടോക്ക് ഇൻ മലയാളം. ടീച്ചറിൻ്റെ അടുത്ത് മാത്രം എണീച്ചത് ടീച്ചർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒതുക്കിയിട്ട് നമ്മൾ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഇറ്റ്സ് എ തിങ്. പിന്നെ നമ്മളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സ്റ്റാർ മൂവീസിലെ സ്റ്റാർ വേൾഡിലേക്ക് മറ്റേ വീഡിയോയും മറ്റൊക്കെ കണ്ട് എവിടെ നിന്നൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ മറ്റേ ഫ്രേസസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ജീവിക്കണം. നമുക്ക് മറ്റേ എനിക്കിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഗ്രാമർ എന്താണെന്ന് പോലും കാര്യമായിട്ടും പറയണം. നമ്മൾ സംസാരിക്കുന്നു, വി കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് ദീപിക പഠിക്കണമല്ലോ സൈൻ സമ്മൺ സെഡ് ലൈക്ക് യുനോ നമ്മൾ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് അവരറിഞ്ഞാൽ പോരെ. അതിനൊരു ആക്സെന്റോ ഫാൻസി പരിപാടി ഒന്നും വേണ്ട. അപ്പോൾ അത് തന്നെയാണ് ഈ മലയാളത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഒന്ന് ഐ എം നോട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നല്ല, ഞാൻ അവിടെയാണ് ജനിച്ച് വളർന്നത്. ഇപ്പൊ ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും ബ്രോ ചാനലിൽ കാണുന്ന പോലെയൊക്കെ തന്നെയല്ലേ എന്ന് പറയും. ഞാൻ പിന്നെ എന്തോന്നിയേ. അതൊരു ഹൈലൈറ്റ് ആയി മാറി ഷസാമിന്റെ ആ സംസാരം. അപ്പൊ നമ്മുടെ സംസാരം നമ്മുടെ ഹൈലൈറ്റ് ആയി മാറുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അത് മാറ്റേണ്ട കാര്യമില്ല. സ്ലാങ് ഇസ് ബ്യൂട്ടി എന്ന് പറയാൻ കാരണം എവറിത്തിങ് ഇസ് ബ്യൂട്ടി. ഡോണ്ട് ചേഞ്ച് ഫോർ എനി വൺ ഓർ എനിത്തിങ്. അതാണ് ബ്യൂട്ടി. നമ്മള് മറ്റേ ബാക്കിയുള്ളവരെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ മാറണോ? നെവർ. നമ്മളൊക്കെ ചെയ്ത് വന്നിട്ട്, പക്ഷെ ഐ വാസ് ലൈക്ക് നോട്ട് വർത്ത് ഇറ്റ്. ചെയ്ത് പരാജയപ്പെട്ട് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? എന്താ ചെയ്യണേ? ഇതാ കുളിക്കുന്നു, മറ്റേ കേൾ ക്രീം എടുക്കുന്നു, ഇങ്ങനെ ഉണ്ടല്ലേ? കേൾ ക്രീം ഉണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. അതെ അതെ, കേൾ ക്രീം വെച്ചിട്ട് ഇങ്ങനെ ക്രഞ്ച് ചെയ്യണം. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ വരും. പക്ഷെ നാച്ചുറലി കേൾഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അത് വർക്കൗട്ട്. അപ്പൊ എപ്പോഴും തേക്കണം.
ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രം, അല്ലാത്ത വെച്ച് ഇങ്ങനെ മറ്റേ ഫ്രിസി ആയിട്ട്. ബട്ട് നാച്ചുറലി എൻ്റെ ഹെയർ കേളിലാണ്. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും വലിയ കിക്ക് എന്താ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ പീസാണ്. വെൻ ടെക് ഈസ് ഓൾവേസ് എ ക്രേസ്. ഞാൻ പറയില്ല, ഐ ഡോണ്ട് പ്ലാൻ മൈ ഫ്യൂച്ചർ. ഞാൻ എങ്ങനെ എന്ന് ജനിക്കുന്നു, ഇന്നെന്ത് നടക്കുന്നു, അത് ചെയ്യാം. നാളെ എന്താണ് അവസ്ഥ, നോ ഐഡിയ. ഇപ്പം DQ ആയിട്ടുള്ളൊരു ആഡ് നെവർ ഇൻ മൈ ലൈഫ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ലൈക്ക് DQ ആയിട്ട് ഞാനൊരു പരസ്യം ചെയ്യുന്നു. അത് പറഞ്ഞു തരും, അതെങ്ങനെയായിരുന്നു പരിപാടി? ബ്രോ, അത് കോമഡിയാണ്. അതെന്ന് പറഞ്ഞാൽ ഐക്കു എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം, ഞാൻ ദുബായ് നിൽക്കും കേട്ടോ അന്ന്. ഐ തിങ്ക് ഐ ജസ്റ്റ് ലാൻഡഡ് ദുബായ്. അപ്പോഴാണ് ഈ അൽഷസാമൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു ആഡുണ്ട്, വന്ന് ചെയ്യണം, ഒരു ഐക്കൂൻ്റെ ആഡാണ്. ഞാൻ പോയി പണിയാക്കാം, അറിയാമെന്നില്ല, ഞാൻ നിങ്ങൾ ആഡ് ചെയ്യാം. അടുത്ത കോൾ വിളിച്ചിട്ട് DQ ആയിട്ടാണ് ആഡ്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. It was nothing. There was no payment. There was nothing. It's just for DQ. Wow. ഞാനത് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്തത്, ജസ്റ്റ് ഇൻ ആൻഡ് ഔട്ട്. അന്ന് തന്നെ പോയി ഷൂട്ട്, തിരിച്ച് ഒരുമിച്ചായിരുന്നു ഷൂട്ടൊക്കെ. ഹി വാസ് ദെയർ ഫോർ എ ഗുഡ് 6 to 7 hours. Very so much fun, man. വീഡിയോസ് കാണാറുണ്ട്. എന്താ പറഞ്ഞത്? He did say that. Yeah, he said like, എൻ്റെ അടുത്ത് ഇങ്ങനെ like he knows that, you know, ഇപ്പം ടെക് സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ yeah, he's just. അപ്പം എനിക്കാണെങ്കിൽ അന്ന് എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് ആ ഒരു പേടിയും ഉണ്ട്. എന്നാൽ I was like excited. It was fun. DQ അതാണ് പറഞ്ഞത്, അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ICC വേൾഡ് കപ്പിൻ്റെ ഒരു കൊളാബറേഷൻ കെയിം ത്രൂ ഇൻസ്റ്റഗ്രാം. അതായത് ലിറ്ററലി ഫീൽഡിൻ്റെയൊക്കെ അവിടെ പോയി യു ക്യാൻ ലിറ്ററലി സീ ദ ക്രിക്കറ്റ്. ഐ വാസ് ലൈക്ക്, വേൾഡ് കപ്പൊക്കെ ഇങ്ങനെ, അതാ പറഞ്ഞത്, ഞാൻ അതൊന്നും പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. ബട്ട് യാ, ഇതൊക്കെ നടക്കുന്നു. ഐ എം ലൈക്ക്, ലെറ്റ് ഇറ്റ് ബി. ഐ എം ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ. ആഡിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായി? എന്താ? വെരി ഗുഡ്, ഇറ്റ് വാസ് വെരി നൈസ്. ആൾക്കാരൊക്കെ വന്നിങ്ങനെ, ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ കയറി പോയിട്ടുള്ള സാധനം ഒന്നത്, പിന്നെ മറ്റേ എൻ്റെ അപരനില്ലേ, ഇപ്പോഴത്തെ അതാണ്. എല്ലാവരും വന്ന് ചോദിക്കും അപരം എവിടെ? ഞാൻ എൻ്റെ പോക്കറ്റിൽ. ദേ തിങ്ക് ദാറ്റ്സ് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, ഒരിക്കലും അല്ല. അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല. അത് വരുന്നു, ഞാനതിന്റെ ഫ്ലോയിൽ പോകുന്നു. ഷവമിയുടെ കാർ എങ്ങനെ ഉണ്ടായി? പോളി സാധനം. സാഡ്ലി നമ്മളെ നാട്ടിലോട്ടൊന്നും അത് വരത്തില്ല. വരൂലേ? അത് ഒന്ന് ഇവിടെ വരണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്ലാന്റ് വെച്ച്, അതായത് അവിടെ വെച്ചേക്കുന്ന പോലത്തെ ആ വലിയ പ്ലാന്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടാക്കണം. പക്ഷെ അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ദേ ഹാവ് ടു അഗെയിൻ ഇമ്പോർട്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാശാവും. പിന്നെ അതെല്ലാം വന്നിട്ട് ഇത് സാധനം ഇറക്കുമ്പോൾ തന്നെ അതിന് വേറെ കുറേ സാധനങ്ങൾ. അവിടെ അത് മേടിക്കാൻ 25 എന്തോണ് സ്റ്റാർട്ടിങ്. അവിടുത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ 25 lakhs ചൈനയിൽ, അതായത് ഇന്ത്യൻ മണി 25 lakhs. അവിടുത്തെ ആ ബേസ് മോഡൽ. ഇവിടെ അത് ആ സെയിം കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 60-70 ആവും. സോ ഇങ്ങോട്ട് വന്ന് അവിടെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ കിട്ടില്ല കാർ. ഭയങ്കര രസമാണ്. മൊബൈൽ കമ്പനി അല്ലെങ്കിൽ അവർ ഷവമി കാർ ഇറക്കും നമ്മൾ ഒരിക്കലും തിങ്. ഇവിടത്തെ ഷവമി എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഒരു ഫോണും പിന്നെ TV അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അവിടെ ഷവമി ഈസ് ഹ്യൂജ്. കാറിന്റെ ഒക്കെ ആ ഒരു ടെക്കും പരിപാടിയൊക്കെ വേറെ ലെവലാണ്. ഞെട്ടിച്ച ഫീച്ചർ എന്താ എന്തെങ്കിലും കണ്ടാ? കാറിൽ ഒരുപാട് സാധനമുണ്ട്. അടുത്ത ഒന്നാമത്തെ കാര്യം, പല രീതിയിൽ മറ്റേ ഹൈഡ്രോളിക്സ് പൊക്കാൻ താക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഫുൾ പാനോറമിക് റൂഫ്, ബഹളം, ഒരു പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് EV. പിന്നെ നല്ല ചവിട്ടി കഴിഞ്ഞാൽ നല്ലപോലെ പോവുകയും ചെയ്യും. ഓടിച്ചാ? പക്ഷേ ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടായി ചെയ്യാം. നമുക്ക് ആർക്കും അതില്ലാത്തതുകൊണ്ട് നടന്നില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വണ്ടിയാണ് ടെസ്ല. നമ്മളെ ദുബായിൽ ടെസ്ല ഇസ് ഊബർ. Trust me when I say this, it's the most uncomfortable car. ഓഫ്, ഇതിന് ചിലപ്പോൾ മറ്റേ ഇലോൺ മസ്കിന്റെ ആൾക്കാരൊക്കെ വന്ന് ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺകംഫർട്ടബിൾ കാർ. അതേപോലെ BYDയുടെ കാറുകളൊക്കെ എന്ത് രസമാണെന്നറിയോ, സോ ഗുഡ്. ചൈനയാണ് ബെറ്റർ എന്നാണ് അത് പറഞ്ഞാലും പ്രശ്നം. ബിക്കോസ് ഇതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ടെസ്ലയുടെ ഇത് നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ BYDയിൽ അവരെ ടോപ്പ് എൻഡിലും കയറിയിട്ടുണ്ട്, ഇതിലും കയറിയിട്ടുണ്ട്, ഷവമിയിലും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. ഷസാമിന് 1000 ഫോളോവേഴ്സ് ഉള്ളപ്പം സ്കെച്ച് ചെയ്തിട്ട് പേളിമണി അത് ഷെയർ ചെയ്തു. അതൊരു
ലൈഫ് ചേഞ്ചിങ് ട്വിസ്റ്റ് ഉണ്ടാക്കിയ 5000 ഫോളോവേഴ്സിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷസാം ശ്രദ്ധിച്ചോന്നറിയില്ല. പക്ഷെ ഇന്ന് കൊച്ചിയിൽ കൊച്ചി മെട്രോയുടെ ഹോർഡിങ്സ് ഉണ്ട്. അപ്പോൾ പേളിമണി നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഷസാം ഉണ്ട് കൊച്ചി മെട്രോയുടെ ഹോർഡിങ്സിൽ. അതാണ് ജേർണി. വലിയ ഭാഗ്യമാണ് അത്. ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട്. അയ്യോ, ആ എഡ്ജ് ഒപ്റ്റിക്കൽസ് വെൻ ദേ അപ്രോച്ച് മീ, അവർ വിളിച്ചു. ദേ ലൈക്ക് നമുക്കിങ്ങനെ ബ്രാൻഡ് അംബാസിഡർ. അപ്പം ഞാനിങ്ങനെ കണ്ണാടിയാണ്, ഐ ഓൾസോ വേറെ കണ്ണാടി. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലുണ്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്തിട്ട്. ലൈക്ക് വൈ നോട്ട് കണ്ണാടി ചുമ്മാ ചെയ്യാം, എനിക്കത് ട്രൈ ചെയ്യണം. അഗെയിൻ ദി എക്സ്പീരിയൻസ് പാർട്ട്, ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തത്. ഐ നെവർ തോട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. അതായത് ആ ഒരു ലെവൽ ഓഫ് ഇങ്ങനത്തെ മെട്രോ പില്ലേഴ്സ്, ഹോർഡിങ്സ്. ട്രസ്റ്റ് മീ, ഐ വാസ് ലൈക്ക് ഒരു ഹോർഡിങ്ങിൽ വരും, ദാറ്റ്സ് ഇറ്റ്. യൂഷ്വലി അങ്ങനെയാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ്. ഇപ്പം അങ്ങനെ ഒരു വൈഡായിട്ട് അങ്ങനെ വെക്കുന്നത് മെയിൻലി ബേസിക്കലി ഒരു വലിയ നടൻ്റെ ഒക്കെ ആയിരിക്കും. ഐ വാസ് ഓൾസോ ഷോക്ക്ഡ്. ഞാനിങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ, അപ്പോൾ ദേവർ ഓൾസോ ഡിസ്കസ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഹോർഡിങ് വരും, ലീഫ്ലെറ്റ്സ്, ഇതൊക്കെ. ഓക്കെ, നൈസ്. ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോഷൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, പല പല കണ്ണാടികൾ വെക്കണം, അതിൻ്റെ അതാണ് ഞാൻ അത് ചെയ്തു. എനിക്ക് ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. മറ്റൊരു ബോണസാ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. ഐ വാസ് ലൈക്ക് വൗ. ഷസാമിന്റെ റിവ്യൂ ലൈഫിലേക്ക് പോവാം നമുക്ക്. മൂവി കം ഓൺ. റിവ്യൂ പറഞ്ഞ് വേണ്ടാന്ന് തോന്നിയ ഏതെങ്കിലും റിവ്യൂ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല, അതാ പറഞ്ഞ അങ്ങനെ. ഇപ്പം ഞാൻ എല്ലാ സിനിമകളും ചെയ്യാറില്ല. ബിക്കോസ് ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ നോർമൽ ഗൈ. ഇപ്പം ഞാനത് കണ്ടു, ഞാൻ വന്ന് പറയുന്നു. ഇപ്പം വാരിസ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഏതോ ഇപ്പം കാർത്തിയുടെ കല്യാണത്തിന് പോയപ്പോഴും ഓൺലൈൻ മീഡിയയിലെ ഒരു പയ്യൻ വന്ന് ചോദിച്ചതുപോലെ ലിയോയ്ക്ക്, ലിയോ ഐ സെഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി, ഐ ലവ് ലിയോ. വാരിസ് ഇഷ്ടപ്പെട്ടു, മറ്റേത് ഞാൻ പറഞ്ഞു ആ പടം ഇഷ്ടപ്പെടായിരിക്കും. ദെർ ആർ അതർ മൂവീസ് വിച്ച് ഐ സെഡ് ഇറ്റ് വാസ് സോ ഗുഡ്. അതൊക്കെ മെഗാ സൂപ്പർ ഹിറ്റുകളായ പടങ്ങളും നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. നോബഡി വിൽ സേ ദാറ്റ്. എല്ലാവരും ഒരു മറ്റേ വാരിസ് ഇങ്ങനെ കൊണ്ടുവരും. ഞാൻ പിന്നെ എന്ത് ചെയ്യുക, അതങ്ങനെ നമ്മളെ പുട്ട് ഡൗൺ ചെയ്യണം എന്ന് നിർബന്ധത്തോടെ വന്ന് പറയുന്ന സാധനം. ദേ വോണ്ട് ടു ഹേർട്ട് അസ്, ദേ വോണ്ട് ടു ടീസ് us, ദേ വോണ്ട് ടു ഹേർട്ട് us. അതിനൊരു വേറെ റീസൺ ഇല്ല. അതിനങ്ങനെ അങ്ങ് കാണുക എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളൊരു ഞാൻ റിവ്യൂ പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഐ ഹവ് വർക്ക്ഡ് ഇൻ ഇൻഡസ്ട്രി കുറച്ച് നാൾ. സോ ഐ നോ ദ ഹൗ തിങ്സ് ആർ, എങ്ങനെയാണ് ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഒക്കെ എനിക്കറിയാം. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. ഐ വോണ്ട് ടു സാധാരണക്കാരൻ പറയുന്ന പോലെ പറയാ. അതാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ മിന്നൽ മുരളിയെ പറ്റി അഭിപ്രായം മാറ്റമുണ്ട് ഇപ്പൊ? ഇല്ല, സെയിം. സൂപ്പർ ഹീറോ കോമിക് ഫാൻ ആയതുകൊണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് സൂപ്പർമാനും ഫാന്റാസ്റ്റിക് ഫോർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അഗൈൻ ദാറ്റ്സ് എ പ്രോബ്ലം ഫോർ, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ. വൈ? ഇപ്പം ഞാൻ ഒരിക്കലും അതിനെ ഡിഫെൻഡ് ചെയ്തൊന്നും മരുന്ന് സംസാരിക്കാനും പോകുന്നില്ല. ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു പോയി, കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. ഞാൻ പോലെ ഇതിൻ്റെ ഒരു ഐറണി ഞാൻ നോക്കുമ്പോൾ റിവ്യൂ പറഞ്ഞ നല്ല റിവ്യൂ ആണെങ്കിൽ അതെടുത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. റിവ്യൂ മോശമാണെങ്കിൽ തേച്ചൊട്ടിക്കും PR ടീം. അതാ പറഞ്ഞത്, ഇറ്റ്സ് നത്തിങ്. ഇപ്പം ഞാൻ പറയുന്നു അവരെടുത്തോണ്ട് പോയിട്ട് അത് ഇടുമ്പോൾ ഐ വാസ് ലൈക്ക് ഐ വിൽ ഡു വാട്ട് എവർ യു വാണ്ട്. നമുക്ക് അങ്ങനെ, എനിക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല. മറ്റേ നമ്മളടുത്ത് ചോദിക്കണം നിങ്ങൾ ചെയ്യോ. പക്ഷേ അവിടെ ആ പ്രശ്നമുണ്ട്. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആകുമ്പോൾ ശോകമാണ്. ആകുമ്പോൾ അത് there is a PR ടീം. ഈ പറയുന്ന കമൻറ്റ് ബോക്സിലും മീംസ് ഉണ്ടാക്കാനും ട്രോൾ ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട് അവർക്ക്. ദേ വിൽ ഡു ദാറ്റ്. അത് ഇറ്റ് വിൽ ബി ലൈക്ക് സംതിങ് വിച്ച് ഐ സെഡ് ഇൻ സം അതർ പ്ലേസ്. അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മാറ്റും. ഇപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്യാറുണ്ട് ഇല്ലേ? നമ്മൾ എങ്ങനെയാണ് ആ ഊളപ്പടം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചോദിക്കും. അത് നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാനും പോകുന്നില്ല. വി ഓൾ നോ ദാറ്റ്. നമുക്കത് ഒരിക്കലും വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പീപ്പിൾ ആർ ഗോണ ഗെറ്റ് ഒഫൻഡഡ്, ഹേർട്ട് ഒക്കെ വരും. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ എന്തായിരുന്നു ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത പരിപാടി അത് പറഞ്ഞു, അത് പോയി. അസിസ്റ്റന്റ് ഡയറക്ടർ ലൈഫ് എങ്ങനെയായിരുന്നു? അയ്യോ എൻ്റെ അമ്മോ. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന യൂട്യൂബ് പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടുള്ളത്. ഹാപ്പി സർദാർ ഒഫീഷ്യൽ. പക്ഷെ അവിടെ എക്സൈറ്റഡ് ആയിരുന്നു. ദുബായിൽ നിന്ന് വന്നിട്ടാണോ ജോലിയൊക്കെ ചെയ്തത്? ഖത്തറിൽ നിന്ന് വന്ന് പ്രളയം കഴിഞ്ഞതിന് ശേഷം അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ്.
എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പിന്നെ AD ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബിക്കോസ് അറിയാമല്ലോ അത് കിട്ടാൻ പാടാണ്, എളുപ്പമൊന്നുമല്ല. പക്ഷേ പട്ടിപ്പണിയാണ്. അപ്പം അതിന് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് ചീത്ത വിളി കേൾക്കണം ഒക്കെ, നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നവർക്ക് മാത്രമേ, ദുർബല ഹൃദയന്മാർക്ക് പറ്റിയ മൈക്കിലൊക്കെ ചീത്ത വിളിക്കും. പിന്നെ രസമല്ലേ മൈക്കൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതാ പറഞ്ഞ അത് എന്താ വിളിക്കുക, ഷാസ് എന്നാണ് വിളിക്കുക. അതെ. പക്ഷേ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ലൈക്ക് ദാറ്റ്. സിനിമ എന്ന് പറയുന്നത് ഒരു പിള്ളേർ കളിയേ അല്ല. ചിലവർ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ യു മേക്ക് എ മൂവി. ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്കൊരു വിഷൻ, അതിനെ അൾട്ടിമേറ്റ് ആയിട്ടും ഒരു സാക്രിഫൈസും ഇല്ലാതെ സ്ക്രീനിൽ കൊണ്ടുവരുന്നതാണ് ഒരു നല്ല സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് നമ്മൾ എവിടെയൊക്കെ നമ്മൾ ഇന്ന ആൾക്ക്, ഇപ്പോൾ ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കഥ എഴുതിയെങ്കിൽ ആ ആൾ തന്നെ അതിൽ വരണം. അതൊന്ന് എന്തൊക്കെയാണ് ഒരു ഡയറക്ടറിന് വേണ്ടത് അതെല്ലാം അവിടെ കിട്ടിയാൽ അതും നൈസായിരിക്കും. ഇപ്പം നാളെ ഞാൻ പറയാം, എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിലും പറയാണ്, ഒരു സിനിമ എടുക്കുക എന്നുള്ളത് ഉണ്ട്. അത് എടുക്കണമെങ്കിൽ ഐ നീഡ് ടു സ്റ്റോപ്പ് എവറിത്തിങ് വിച്ച് ഐ എം ഡൂയിങ്. ഈ 1 month ബ്രേക്ക് ഒന്നുമല്ല, ഒരു ഫുൾ 1 year നത്തിങ് എൽസ്. ഇത് തന്നെ സൂപ്പർ. അത് ഒരു പടം എടുക്കാനാണ്. ഇത് എല്ലാവരും എന്നോട്, ഇപ്പോൾ ചിലവരൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഫോർ മീ ഐ ഫീൽ you need to give your full focus, concentration and focus on that one project. പണി പഠിച്ചോ? അത്യാവശ്യം അറിയാം. ഒരു സാധനമൊക്കെ ഞാൻ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇറ്റ്സ് എ ടീം വർക്ക്. പിന്നെ സെക്കൻഡ് പടത്തിന് പോകാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം പിന്നെ വേണ്ട, വേണ്ട. ഞാൻ പറയാം, എനിക്കിനി എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം ഇസ് മേക്കിംഗ് എ മൂവി. നമ്മൾ ഈ വ്ളോഗേഴ്സ് ലോകത്ത് നിന്ന് കേട്ടേക്കുന്ന ചില കമന്റ് പറയാം, ശരിയാണോ എന്ന് പറയണം. ഓക്കെ, ഷസാമിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിയിലാണെങ്കിലും ഇപ്പൊ ദുബായിലാണെങ്കിലും ഗാഡ്ജറ്റ്സ് ഇഷ്ടം പോലെ അങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. ഉണ്ട്, ഉള്ളതാണ്. ഞാൻ ചിലതൊക്കെ കൊടുക്കും. അതായത് ഈ മിക്കത് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത് അത് ഒന്ന് ഗിവ് അവേ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ബ്രോ കൊണ്ടുപോയിക്കും കൊടുക്കും. അത് ഒന്ന് ഞാൻ അവിടെ യൂസ് ചെയ്യാതിരിക്കുന്നതിനേയും കാട്ടിലും നല്ലതാണ്. ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കും. മൊബൈലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? മൊബൈല് നമ്മൾ തിരിച്ചു കൊടുക്കും. അത് അതാ ഞാൻ പറഞ്ഞ മേടിക്കുന്നത് മറിച്ച് വിറ്റിട്ട് അങ്ങനെ. ചിലത് എൻ്റെ കയ്യിൽ ഒരിക്കലും വിറ്റുപോകാത്തൊരു മാൻട്രേക്ക് ഉണ്ട്, സോണിയുടെ ഒരു ഫോൺ. അയ്യോ, അത് ആർക്കും വേണ്ട തന്നെ, അത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ബിക്കോസ് അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അതിനുള്ള. കുറച്ച് പഴയതാ, ഒരു 2 വർഷം പഴക്കമുള്ള. പക്ഷെ ആ സാധനം അത് അവിടെ ഇരിക്കും. അതിനി എൻ്റെ ജീവകാലം മൊത്തം അവിടെ കാണും. പിന്നെ നത്തിങ്ങിൻ്റെയൊക്കെ ഒരു ഫോണുണ്ട്. അങ്ങനെ 2-3 ഫോണുകൾ ഞാൻ കീപ്പ് ചെയ്യും. ചിലത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് മേടിക്കും. ഇവർ അയച്ചു തരുന്നുണ്ടാവില്ല, അത് നമ്മൾ തിരിച്ചു കൊടുക്കും. ഇപ്പൊ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? Z Flip 7. ഇത് ഈ സാധനം ഇത് ഇങ്ങനത്തെ ഫുൾ ഡിസ്പ്ലേ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്തൊരു ചിപ്സെറ്റ് ഉണ്ട്. ഈ സാംസങ്ങിൻ്റെ എക്സിനോസ് എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അവർ ഇതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കത് ടെസ്റ്റ് ചെയ്യണം. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ചൂടാവും. എനിക്കത് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം എന്താണ്, അത് റിയൽ ആണോ. അപ്പോൾ ദിസ് വിൽ ഗോയിങ് ടു ബി ലൈക്ക്, എൻ്റെ എന്തായാലും പുതിയ ഫോണുകൾ വന്നാലും ഒരു 6 മാസം എൻ്റെ കയ്യിൽ കാണും. അപ്പോൾ ഇത് 6 മാസത്തേക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. ഐ വോണ്ട് ടു ചെക്ക് ചിപ്സെറ്റ് എന്തായാലും നോക്കണത്. ടാക്സ് കൊടുത്ത് മടുത്തിട്ടാണ് ഷസാം ദുബായിലേക്ക് പോയത്. ഇവിടെ എപ്പോഴും കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ യൂട്യൂബ് റവന്യൂ ഇപ്പോൾ ഇവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ വരണ പ്രൊമോഷൻസ് ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യണം. എപ്പോഴും കൊടുക്കണം. ഒരു ഇത് നിലവിലുള്ള നമ്മുടെ യൂട്യൂബിലെ ആഡ്സെൻസ് നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റൂല. അതുകൊണ്ടാണ് പുതിയ യൂട്യൂബ് പറ്റാം. ചെയ്യുന്നത് ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ്. അത് ചെയ്ത വൻ പണി വരും. അതുകൊണ്ട് പോവും. അതുകൊണ്ട് വെറുതെ എന്തിനാ അത് വിടുന്നോട്ടെ. ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ പൈസയും അവിടെ വന്നേനെ. ഒന്നുമില്ല, നത്തിങ് ഡൂയിങ്. ഇപ്പോഴും വേണമെങ്കിൽ എൻ്റെ CR നമ്പർ അവൻ പറഞ്ഞുതരും. കഷ്ടപ്പാടാണ് ഇപ്പോഴും. അത് വെറുതെയാണ്. ഇന്ത്യയിൽ തുടങ്ങിയ യൂട്യൂബ് ചാനൽസിന്റെ ടാക്സ് ഇന്ത്യ മാത്രമല്ല, ഇവിടെ ചെയ്യുന്ന പ്രൊമോഷൻസും ഒക്കെ GST കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അല്ലാതെ ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരിക്കലും അങ്ങോട്ട്
അത്ര അതൊന്നും എനിക്ക് അറിയില്ല ബ്രോ. അവിടെ പോയിട്ട് ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് തട്ടിയിട്ട് മറ്റേ ആ ലെവൽ ഓഫ് മറ്റേ ഗാങ്സ്റ്റർ സ്റ്റഫ് ഒന്നും ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അടുത്ത ജേർണിയാണ്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിന് കമന്റ് ചെയ്യണം, ഓക്കെ, ഐഫോൺ ഇഷ്ടമല്ല എന്ന് പറയുന്നവരോട്. അത് അവരെ തെറ്റിദ്ധാരണയാണ്. അതെ, ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല. ഐ ഫീൽ ഇറ്റ്സ് ഓവർ പ്രൈസ്ഡ്. ഞാൻ ഭയങ്കര വലിയൊരു ഐഫോൺ യൂസർ ആയിരുന്നു ബാക്ക് വെൻ ഐ വാസ് ഇൻ ദുബായ് ആൻഡ് എവരിവൻ. എൻ്റെ കയ്യിൽ 6S വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദിസ് ബിക്കം വെരി എക്സ്പെൻസീവ്. നമുക്കൊന്നും മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ലെവൽ ഓഫ് എക്സ്പെൻസീവ് ആയി. ഐ തിങ്ക് ദ ലാസ്റ്റ് ഐഫോൺ വിച്ച് ഞാൻ ഭയങ്കര ഡിസയർ ചെയ്തിട്ടുള്ളത് ഐഫോൺ 10. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ആ മാർക്കറ്റിംഗ് ഇതൊക്കെ കൊണ്ട് ഞാൻ വെന്റ് ആൻഡ് സോ ദ ഡിവൈസ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ദ ലാസ്റ്റ് ഐഫോൺ ഞാൻ ഡിസയർ ചെയ്തിട്ടുള്ളത് ഐഫോൺ 10 ആണ്. അതിനുശേഷം ഞാൻ പറയും ഈ 11 വന്നതിന് ശേഷം എന്ത് ഡിസൈൻ, ഞാൻ പറയും ഡിസൈൻ ചേഞ്ച് ഇല്ല. ഇപ്പോഴൊക്കെ പണ്ട് ആൻഡ്രോയിഡിലുണ്ടായിരുന്ന ഫീച്ചേഴ്സിന് ഞാൻ മറ്റേ ഏതൊരു വീഡിയോ പറഞ്ഞു, ഋത്തിക് റോഷൻ കാണാൻ ലുക്കാണ്, പക്ഷേ സാധനം സെയിമാ. ഇവര് മറ്റേ അനിമേഷനും അതും അതൊക്കെ ഒഴുക്കുമൊക്കെ വെച്ച് വരുമ്പോൾ ആളെ സൂപ്പർ. പക്ഷെ ഈ സെയിം സാധനം ആൻഡ്രോയിഡിലും ഉണ്ട്. അതിൽ ഈ പറയുന്ന ഋത്തിക് റോഷൻ ലുക്കില്ലെന്നേ ഉള്ളൂ, സാധനമുണ്ട്, ഫീച്ചറുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ പറയണത് എൻ്റെ ഇതിൽ ഐഫോൺ എന്നല്ല സാംസങ് എന്നല്ല, എനിത്തിങ് എബോവ് 1 lakh is ഓവർ പ്രൈസ്ഡ് ഫോർ എ സെൽഫോൺ. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? മറ്റ് ആൻഡ്രോയിഡ് ഫാനാണോ എന്ന് ചോദിച്ചാൽ ആൻഡ്രോയിഡ് ഫാനാണ്. എൻ്റെ ഒരു ഈസ് ഓഫ് യൂസ് എന്ന് പറയുന്ന ഈ സാധനം എനിക്ക് മറ്റേത് ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു 50-60 വരെ ഒരു ഫോണിന് കൊടുക്കുന്നതിൽ ഇറ്റ്സ് ഫൈൻ. ഒരാൾ കഷ്ടപ്പെട്ട് EMI ഒക്കെ എടുത്ത് കൊടുക്കും, മറ്റൊരു കഷ്ടപ്പെട്ട് EMI ഒക്കെ എടുത്തൊരു ഐഫോൺ എടുത്ത് അതിൽ ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ട് അവനായിട്ട് പറ്റിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ചിലവർ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അവൻ ഇങ്ങനെ EMI വെച്ച് മേടിച്ചാണ് 15 Pro ആയിരുന്നു, അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി ബ്രോ. അത് അവിടെ പോയപ്പോൾ അവരിങ്ങനെ പറയാണ് എന്തോന്നോ മൈക്രോ എന്തോ ഒരു പ്രശ്നം അവൻ്റെ കയ്യിൽ നിന്ന് വന്നു. അവൻ പറയും ഇത് ഞാൻ എവിടെ നിന്നാണ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറയാം എനിക്ക് അങ്ങനെ ഒരു 1 lakh എബവ് അല്ലെങ്കിൽ 1 lakhന് അത്രയും പൈസ ഉള്ള മച്ചാ അത് എൻ്റെ ഒരു ഇതേ അല്ല. ഇഫ് യു ഹാവ് ദ മണി, ഇഫ് യു ഹാവ് ദ റിസോഴ്സസ്, ഗോ ഹെഡ്. ജനറലി അവരാരും എൻ്റെ വീഡിയോയും കാണാൻ പോകില്ല, മനസ്സിലായില്ലേ? ആര് ഞാൻ വാങ്ങിക്കും ഈ ആറ്റിറ്റ്യൂഡ് അവർ മേടിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ. പക്ഷെ നമ്മളൊരു EMI ഒക്കെ എടുത്ത് അങ്ങനെ ഒരു സാധനം അതിന് വെർത്തല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഐഫോൺ മാത്രമല്ല കേട്ടോ, അത് എനിത്തിങ് എബവ് 1 lakh. ടെക് വ്ളോഗേഴ്സിന് കാശ് കൊടുത്ത് ഒന്നും ഗാഡ്ജറ്റ്സ് വാങ്ങേണ്ടി വരാറില്ല. എനിക്ക് ഞാൻ അതിൽ ഉൾപ്പെടില്ല. എല്ലാം വാങ്ങേണ്ടി വരും, എല്ലാം മിക്കവാറും വാങ്ങിക്കേണ്ടി വരും. അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന റിവ്യൂ യൂണിറ്റ് വരുന്നു, അവിടെ ഇവിടുത്തെ ഇങ്ങനത്തെ ഇഷ്യൂ, അതായത് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് വേണ്ട, ആവശ്യമില്ല. മൊത്തത്തിൽ യൂട്യൂബ് വ്യൂസ് കുറഞ്ഞോ? ആണല്ലേ, എസ്പെഷ്യലി ഫോർ ലോങ് ഷോർട്സ്. ഞാൻ പറയാം ഷോർട്സ് നമ്മൾ ഇടുക എപ്പോഴെങ്കിലും അത് എവിടെയെന്നെങ്കിലൊക്കെ കയറും. ചില സമയത്തൊക്കെ ഞാൻ ഇടുമ്പം ഇപ്പോൾ ഒരു ചില വീഡിയോ ഉണ്ട്, ഞാൻ ഇപ്പം ഒരു 3-4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വീഡിയോ ഇങ്ങനെ എൻ്റെ ഇത് വന്ന് കിടക്കും, ഇത്ര മില്യൺ. ഞാൻ ഇങ്ങനെ എപ്പം ഞാൻ ഇങ്ങനെ അപ്പോഴാണ് അത് ആലോചിക്കുന്നത്. അപ്പോൾ ഷോർട്സും റീൽസൊക്കെ ഇറ്റ് വിൽ വർക്ക്, സം ടൈം ഇറ്റ് വിൽ വർക്ക്. ഇപ്പം അപ്പം തന്നെ അത് വർക്ക് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ വേറെ എപ്പോഴെങ്കിലുമൊക്കെ കയറി പോവാം. ലോങ് ഫോർമാറ്റ് അങ്ങനെയല്ല. ലോങ് ഫോർമാറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിയൻസ് ആ ഒരു എഫേർട്ട് എടുത്ത് കാണണം. പിന്നെ ഇപ്പോൾ മറ്റേ ട്രെൻഡിങ്ങും പോയി. ഇപ്പോൾ ഐ തിങ്ക് ദേ ആർ ഫോക്കസിങ് മോർ ഓൺ ന്യൂ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഹൈപ്പ് എന്ന് പറയുന്നൊരു സാധനം വന്നിട്ടുണ്ട്. 50 to 500K വരെ ഉള്ളവർക്ക് നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഹൈപ്പ് പേജ് വന്നിട്ടുണ്ട്, ഈ ഒരു ട്രെൻഡിങ് പേജ് പോലെ യൂട്യൂബിൽ. ട്രെൻഡിങ് എടുത്ത് കളഞ്ഞു. ലോങ് ഫോർമാറ്റിനെ ചവിട്ടി. പക്ഷേ പോഡ്കാസ്റ്റ് അത് കയറുന്നുണ്ട് ട്രെൻഡ്. മറ്റേ ഒരു റേഡിയോ പോലെ ഇങ്ങനെ കുറെ നേരം വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ് അതിങ്ങനെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ലോങ് ഫോർമാറ്റ് വ്യൂയിങ് താഴെ പോയപ്പം റവന്യൂ താഴെ പോയോ യൂട്യൂബിന്റെ? ഡെഫിനറ്റ്ലി കുറയും. ആണ് അത് ഞാനല്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ മാക്സിമം കോണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അത് നമുക്ക് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ലബൂബ് കിട്ടിയോ പെങ്ങടെ മോക്ക്? ഇല്ല ബ്രോ, ആ ഒരെണ്ണം മാത്രമേ. അത് ഞാൻ പറഞ്ഞില്ലേ 6 മണി നമ്മൾ 5:30 പോയി. അവിടെ ദുബായിൽ 3 കട എന്തേ ഉള്ളൂ. ആ 3 കടയിൽ ഈ സാധനം അത് എന്തെങ്കിലും വരത്തുള്ളൂ. അത് എല്ലാ ദിവസമൊന്നും ഇല്ല. അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ തരും ഈ സാധനം റീസ്റ്റോക്ക് വരെയാണ്. രാവിലെ 5:30 പോയി നിൽക്കണം.
രാവിലെ 5:30 പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. ഞാൻ പറഞ്ഞ ഏതോ ഒരു K-pop ആർട്ടിസ്റ്റ് ആദ്യം തുടങ്ങി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ മറ്റേ വലിയ ബാഗിലും മറ്റേലൊക്കെ തൂക്കിയിട്ട് നടക്കണം. അതാണ് സംഭവം. ആ ഒരു പ്രസ്റ്റീജിയസ് ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അത് സെൽഫ് എസ്റ്റീം മറ്റേ നമ്മളും അവരെ പോലെയാണെന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് വരുമല്ലോ. ആ ഒരു സാധനം അക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മെന്റൽ ഇതുണ്ടല്ലോ. പിന്നെ അത് പിന്നെ ചിലവരൊക്കെ എൻ്റെ അടുത്ത് പറയും, എടേ മറ്റേ ഡേ ടു ഡേയിൽ 15 നിറത്ത്. ഞാൻ പിന്നെ പൊന്നെണ്ണ അത് ഡ്യൂപ്ലിക്കേറ്റ് അതും ഇത് വെച്ച് കമ്പയർ. ഞാൻ ചൈനയിൽ പോയത് ഇത് ബൾക്കിന് മേടിക്കാന്ന് പറഞ്ഞ അവിടെ ഈ സാധനം കിട്ടാനില്ല. ബിക്കോസ് ഇത് അവിടെ ടിക്ടോക്കിലാണ്, അവിടെ മൊത്തം ടിക്ടോക്കാ. ടിക്ടോക്കിൽ ഈ പോപ്പ് മാർട്ട് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. അതിലൊരു ആ പേജിൽ ലൈവായിട്ട് ഒരു പെണ്ണിങ്ങനെ ഈ സാധനങ്ങൾ റീസ്റ്റോക്കായി, ഈ സാധനങ്ങൾ റീസ്റ്റോക്കായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ഈ ലബൂബു കാണിക്കാൻ മാത്രം ചെയ്താൽ മതി, വിത്തിൻ സെക്കൻഡ്സ് അത് സോൾഡ് ഔട്ട് ആവും. ആ കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചേച്ചിമാര് ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയും. അത് അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ സാധനം ട്രെൻഡിങ് ആണ്. എന്ത് ആ വെച്ചിട്ട് നമ്മളെ മോന്ത ഇട്ടില്ലെങ്കിലും അതിനെ ഇട്ട് കഴിഞ്ഞാൽ മില്യൻസ് കയറും. സോ പീപ്പിൾ ആർ പുട്ടിങ് അനദർ നെറേറ്റീവ് ടു ഇറ്റ് ബിക്കോസ് ദേ നോ. അപ്പൊ അതിന് ഭൂതബാധ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണും. അതിന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇതിനി മുറിക്കൂന്ന്. ചിലവർ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടെന്ന്. അപ്പം ഇനി ഇവരെന്ത് ചെയ്യും? ബാക്കിയുള്ളവർ അതിനെ മുറിക്കാൻ തുടങ്ങും. അതിൻ്റെ അകത്തൊരു ക്യാമറയില്ല. ഇത് കണ്ടുപിടിച്ച ആള് ഭയങ്കര പൈസക്കാരനായി. അവൻ അവിടെ വരുന്ന ചില്ല് ചെയ്യണം, നീയൊക്കെ മുറിക്കുക, ഇത് ബാധയുണ്ടെന്ന് പറയും, എന്തോ ചെയ്യുന്ന പറയും. ബട്ട് അതാ പറഞ്ഞത്, ഈവൻ നമുക്കൊക്കെ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഈ സാധനം ഫോർവേഡ് ബ്രോ ഇതിൽ ബാധയുണ്ട്. നമ്മുടെ നിനക്ക് ഇത്രയും പഠിപ്പം വിവരമില്ലേ, എങ്ങനെയാണ് ഈ സാധനത്തിന് ബാധ വരുന്നത്? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈവൻ വിത്ത് ഈ ഒരു 2025 ഇതിന് ബാധയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രോഡക്റ്റ് കയറി പോണ പോക്കില് പെങ്ങടെ വിട്ട് ചോദിച്ചാണത്. അവര് ചോദിച്ചു, അവര് സാഡായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ബിക്കോസ് I tried my best. പിന്നെ കാർത്തിക് സൂര്യക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുക്കുന്നത് നിർത്താൻ കാരണം എന്താ? അത് നിർത്തില്ലേ ശരിയാവും. അത് നമുക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് പോയാൽ കാറ് ബൈക്ക് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു സ്മോൾ തിങ്സ്. അവനിഷ്ടവും എനിക്കിഷ്ടമുള്ള വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ. ബട്ട് ലെറ്റ്സ് ഡു സംതിങ് എൽസ് വിത്ത് ദാറ്റ് മണി. ഓക്കെ, അങ്ങനെ പുള്ളിയായിട്ടുള്ള റാപ്പ് എങ്ങനെ? കാർത്തിക് സൂര്യ ഫൺ ഗായ്. ഇപ്പൊ ഇന്നലെ വിരുന്നിന് വന്നിരുന്നു നമ്മളെ വീട്ടില് വൈഫുമായിട്ടൊക്കെ. വി ഹാഡ് എ ഗുഡ് ടൈം. കാർത്തി ഈസ് മോർ ലൈക്ക് വെരി ഗുഡ് ഫ്രണ്ട്. സോഷ്യൽ മീഡിയ ലോകത്ത് എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികം കൂട്ടുകാരൊന്നുമില്ല. ഇല്ല, എനിക്ക് എൻ്റെതായ ഒരു ഗ്യാങ്ങും നമ്മളെ പണ്ട് തൊട്ടേ ഉള്ള അവരൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അതിൽ ആകെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ലോകത്തുള്ള വളരെ കുറച്ച് പേരുള്ളൂ. അതിപ്പം കാർത്തി, ഷാരു അങ്ങനെ പോവും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. പിന്നെ ദുബായിലാണെങ്കിൽ സുബിനും നൊമാഡിയനും അവരൊക്കെ ആയിട്ട് അങ്ങനെയാണ്. ബാക്കിയുള്ളവർക്ക് നമ്മളിപ്പം എന്തെങ്കിലും അവരൊക്കെ മെയിൻലി ഡൗട്ട്സ് ആയിരിക്കുമല്ലോ. അതുപോലെ ഫോൺ മേടിക്കാനുള്ളത്, എവിടെ നിന്ന് മേടിക്കണം, എന്ത് മേടിക്കണം, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനും. അങ്ങനെ സെലിബ്രിറ്റീസ് വിളിച്ച് ചോദിക്കാറുണ്ടോ ഏത് ഫോൺ വാങ്ങിക്കണം എന്ന്? എന്നെ കഴിഞ്ഞ എനിക്കൊന്നില്ല നമ്മുടെ ജിത്തു ജോസഫ് സാംസങ്ങിന്റെ വാച്ച് ഹി ഗോട്ട് കൺഫ്യൂസ്ഡ്. ഹി വാണ്ടഡ് ടു ബൈ ദ അൾട്ര, മറ്റേ ആ വാച്ച് അൾട്രയില്ലേ, ആ ഓറഞ്ച് കളർ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളി കൺഫ്യൂസ്ഡ് ആയി. ബിക്കോസ് ഞാൻ അത് പറയുന്നുണ്ട്, അത് എനിക്കൊന്നും ആരും അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇറ്റ്സ് വെരി ഹെവി. അതിപ്പോൾ ഒരു ജിം എന്നുള്ളൊരു കാഴ്ചപ്പാട്, അങ്ങനെ ഒരു ഫിറ്റ്നസ് ട്രാക്കർ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര ബൾക്കിയാണ്. എനിക്കത് വെരി അങ്കർ. ഇപ്പം ഇതൊക്കെ ഇറ്റ്സ് വെരി വെയ്റ്റ്ലെസ്. അപ്പം നമുക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ട്രാക്കർ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ് ആപ്പിൾ വാച്ച് 10 ആണ് ജിമ്മിൽ. അതും ഏറ്റവും ചെറുത്, നോട്ട് ദാറ്റ് ബിഗ് സൈസ്, 44-46 ഇഞ്ച് അതല്ല, mm അല്ല. എൻ്റെ ഇതിൽ അത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. മറ്റേ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാനാണെങ്കിൽ നമുക്കൊന്ന് കാഷ്വൽ നടക്കണമെങ്കിൽ വാച്ച് 7 തന്നെ ചെറുത് മേടിച്ചാൽ നൈസ്. ഐ തിങ്ക് റീസെന്റ് ഇന്റർവ്യൂ ഐ സോ വാച്ച് 7 ഓൺ ഹിസ് ഹാൻഡ്. പിന്നെ ഐ തിങ്ക് DQ ഹാസ് ആസ്ക്ഡ് മീ ലൈക്ക് ഫോൾഡ് OnePlusന്റെ ഫോൾഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചായിരുന്നു. എങ്ങനെയുണ്ട്? ഐ സെഡ് ഇറ്റ് വാസ് റിയലി നൈസ്. മമ്മൂക്ക ബോട്ട് ഇറ്റ്. കുറച്ച് നാള് പുള്ളി അതാ യൂസ് ചെയ്തുകൊണ്ടാണെന്ന്. ടെസ്റ്റ് ചെയ്തായിരിക്കും. ഹീസ് പുള്ളിക്ക് അറിയാമല്ലോ, പുള്ളിക്ക് എല്ലാം ഇങ്ങനെ അതാണ് ആ എക്സ്പീരിയൻസ് ഹങ്കർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളി. എല്ലാം ചുമ്മാ ചെയ്തു നോക്കാമല്ലോ. അതെ അതെ അതെ, ഇറ്റ്സ് എ വെരി നൈസ് ഫോൺ. അപ്പോൾ അങ്ങനെ 2-3 പേര്. പിന്നെ ഇപ്പം നമ്മുടെ ബാലുചേട്ടനൊക്കെ എന്തെങ്കിലും വന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ടെക്ക് കേട്ടാ, നത്തിങ്
റിലേറ്റഡ് ടു സിനിമ ഓർ എനിത്തിങ്. ജസ്റ്റ് ഇപ്പം വ്ളോഗർ ആയിക്കഴിഞ്ഞാലും ചിലപ്പം പേരൻസ് അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും ദുബായ് പോടാന്നൊക്കെ പറഞ്ഞു കാണും ചിലപ്പം. പിന്നെ ഒരു ഇപ്പം ഉമ്മ എന്താ ശരിക്കും പറയുന്നത്? ഉമ്മ ഹാപ്പി ഷീ ഈസ് ഹാപ്പി. ഇപ്പം ഈ പറയണ സാധനം തുടങ്ങിയില്ലേ, അതായത് ഈ കോവിഡ് ടൈമിൽ ആയതുകൊണ്ടാണ് ആ ഒരു സാധനം വരാത്തത്. അത് എവിടെയെങ്കിലും പോടാ എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ആഫ്റ്റർ ദിസ്, ഈവൻ ആഫ്റ്റർ ഐ വാസ് ഡൂയിങ് ദിസ് തുടങ്ങി. ഖത്തറിൽ പോവോ മറ്റെവിടെ പോവോ വീര് മറ്റ് ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ട്, ഫെയിലാവണേ നമുക്ക് വേടാ. ബട്ട് അഗെയിൻ ഇറ്റ് വർക്ക്ഡ്. അതാണ് ആ ഒരു സാധനം. യു ഷുഡ് ട്രസ്റ്റ് യുവർ കിഡ്സ്. മനസ്സിലായില്ലേ? ചിലപ്പം അവർക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കാണും. അത് എപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ്. ലൈക്ക് യു ഹാവ് ടു ട്രസ്റ്റ് യുവർ കിഡ്സ് ആൻഡ് ലൈക്ക് ഐ സെഡ് നൗ ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ എം ഡൂയിങ്. അത് അന്ന് അത് അങ്ങനെ ഒരു സാധനത്തിൽ പിന്നെ ഞാൻ ഖത്തറിൽ പോയിട്ട് പിന്നെ മറ്റേ ആ യൂഷ്വൽ ജോബ് ചെയ്തിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വാട്ട് എവർ ഷീ ഈസ് ഹാവിങ് ദ ലൈഫ് റൈറ്റ് നൗ അത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലായിരുന്നാണ്. Now she is happy. ഏറ്റവും ഫോളോവേഴ്സ് കൂടിയത് എപ്പോഴാണ് ഷസാമിന്? എനിക്കത് കുറഞ്ഞതും ഞാൻ ഇത് നോക്കാറില്ല. ഇപ്പം ഈവൻ ഇഫ് ഐ പുട്ട് എ വീഡിയോ ഐ ഡോണ്ട് ലുക്ക് അറ്റ് ദ വ്യൂസ് ഓർ എനിത്തിങ്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കും, ഓക്കെ ഇത്രയാണ് പെർഫോം ചെയ്യുന്നത്, കഴിഞ്ഞു. ഇൻസ്റ്റാനോൾ ഐ ഡോണ്ട് ഈവൻ ലുക്ക്, ചുമ്മാ ഇടും അങ്ങ് പോവും. ദെൻ ഐ ലുക്ക് അറ്റ് ദ കമന്റ്സ്. ആദ്യത്തൊരു 1 hour ഐ ജസ്റ്റ് ചെക്ക് ഹു ഓൾ സെഡ് വാട്ട്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അതിന് മുക്കണോ വേണ്ടോ തീരുമാനിക്കും. ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. ഞാൻ അങ്ങനെ മറ്റേ ഈ ഇൻസൈറ്റ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മൾ ആ ഒരു മൈൻഡ് ആവും. അതായത് അയ്യോ എൻ്റെ വ്യൂസ്, അയ്യോ എൻ്റെ ഫോളോവേഴ്സ്, ആ വെറുതെ എന്തിനാ ഇവരൊക്കെ നമ്മളെ ജെന്യുവൻലി ഇഷ്ടമുണ്ടെങ്കിൽ ദേ വിൽ ബി ദെയർ ഫോർ യു. കറക്റ്റ്. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്ന് എന്ത് ചെയ്യണം? ടേക്ക് എ ബ്രേക്ക്. ഞാൻ പറഞ്ഞ മറ്റേ നീലാകാശം പച്ച കടൽ ആ പടത്തിലെ പോലെ വൈകോടുത്ത് ഓടാല്ല, ഒന്നും ഇല്ലാതെ ബി വിത്ത് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഓർ യുവർ പാർട്ട്ണർ. ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. ഈ ഇതൊക്കെ അങ്ങ് മാറ്റുക, കമ്പ്യൂട്ടർ സ്ക്രീന് ഒക്കെ മാറ്റി വെച്ചിട്ട് വല്ല ബുക്ക് വായിക്കുകയോ സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ട്, മൂൺ ഡ്രോപ്പിൻ്റെ ബ്ലെസ്സിങ് 3 എന്ന് പറഞ്ഞിട്ട്. എവറി സൺഡേ ദാറ്റ് വാസ് മൈ കൈൻഡ് ഓഫ് എ ബ്രേക്ക്. സൺഡേ ഇസ് മൈ ബ്രേക്ക് ടൈം. മറ്റേ നമ്മൾ ജോലി ചെയ്യുന്ന പോലെ തന്നെ അതൊരു പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത്. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് ഇനി പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത്. റീ റിലീസ് ആഗ്രഹിക്കുന്ന 5 പടങ്ങൾ വെച്ച ഷസാം ഏത് പറയും? റീ റിലീസോ? ബിഗ് ബി. ഓക്കെ, ബിഗ് ബി ഉറപ്പായിട്ടും പൊളിക്കും. മമ്മൂക്കാരുടെ അടുത്തൊരു പടം എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് രാജമാണിക്യം. ഓക്കെ, അഗെയിൻ രാജമാണിക്യം എന്തുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് എന്നത് ബിക്കോസ് ആ ടൈമിൽ മമ്മൂക്ക തിരുവനന്തപുരം സ്ലാങ് ഒക്കെ സംസാരിക്കാൻ സോ ഗുഡ്. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് കിട്ടിയത് പോയി കണ്ട പടമാണ് രാജമാണിക്യം. 2 ദിൽ ചാത്ത ഹെ. ഓക്കെ, റിയോ തിയേറ്ററിൽ ഐ സോ ദിൽ ചാത്ത ഹെ ഇൻ തിയേറ്റർ. നമ്മുടെ ട്രിവാൻഡ്രം ധന്യ രമ്യ അവിടെയാണ് റിലീസ്. എൻ്റെ ബ്രദർ എന്നെ കൊണ്ടുപോയതാ, അവരെ കോളേജ് ഗ്യാങ് ഒക്കെ ആയിട്ട്. പക്ഷെ അന്ന് എനിക്ക് അതിനങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഒബ്വിയസ്ലി ലാംഗ്വേജ് ബാരിയർ വാസ് ദെയർ. ഈവൻ ദോ എന്നാൽ പോലും യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ബട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കിലുക്കം, യെസ് കിലുക്കം. പക്ഷെ കിലുക്കത്തിൻ്റെ എന്തോ 4K പരിപാടി ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടത്. എനിക്ക് ഒറിജിനൽ ജുറാസിക് പാർക്ക് കണ്ടാൽ പുതുക്കോട്ടയിലെ പുതുമണം, ഒരു കോമഡി പടം. എൻ്റെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരു പടം പുതുക്കോട്ടയിലെ പുതു മണവാളൻ, ആ സിനിമയാണ്. ഓ മാൻ, ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് പടം. ഞാൻ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്ന ഒരു സാധനം. ഞാൻ അത് തിയേറ്ററിൽ കണ്ടിട്ടുമില്ല. CID മൂസ കണ്ടിട്ടുണ്ട്, മീശ മാധവൻ കണ്ടിട്ടുണ്ട്, പടക്കം തളിക, ദിലീപേട്ടൻ്റെ മിക്ക കല്യാണരാമൻ എല്ലാം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 5 മറ്റൊന്നും ഞാൻ തിയേറ്ററിൽ അത് കണ്ടിട്ടേ ഇല്ല. ശരി, ഓക്കെ. നമ്മുടെ ഫോളോവേഴ്സിന് വന്ന മാറ്റം ചോദിച്ചാൽ എന്ത് പറയും? പേഷ്യൻസ് കുറഞ്ഞ്, ലൈക്ക് ഞാൻ പറയാം, അവരൊരു വ്യൂയിങ് സ്റ്റൈല് മാറി. ദേ ഓൾ പ്രിഫർ ഷോർട്സ് ആൻഡ് റീൽസ്. ഇൻസ്പയർ ചെയ്ത വ്ളോഗർ ഒന്ന് അരുൺ പ്രദീപ്, നമ്മുടെ പടക്കളത്തിൽ അഭിനയിച്ച, പടക്കളം മൂവിയിൽ അഭിനയിച്ച അരുൺ പ്രദീപ് ഈസ് വൺ ഓഫ് മൈ ഇൻസ്പിറേഷൻ. ഖാലിദ് ഇസ് ആൻ ഇൻസ്പിറേഷൻ. മല്ലു ചിക്ക് ഇസ് ആൻ ഇൻസ്പിറേഷൻ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ബിക്കോസ് അരുൺ പ്രദീപാണ് മറ്റേ ഈ പൂച്ച പട്ടിയായിട്ടൊക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ വന്നിട്ട് അത് ഹീസ് ദ വൺ. എനിക്ക് ആ ഒരു ഐഡിയ തലയിലോട്ട് ഇട്ട് തന്നത്. ടെക് വ്ളോഗർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, സ്റ്റോപ്പ് ബീങ് വൺ സൈഡഡ്. അത് തന്നെ. ഞാൻ അങ്ങനെ ആയിരുന്നു. ഐ എം ഓൾസോ ഞാൻ എൻ്റെ റീൽ ചെയ്ത സാധനമാണ്.
ഏതാ വൺ സൈഡ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എല്ലാവരുടെ ഇതും കാണാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു ഫോൺ ഇറങ്ങിയ അത് ആർക്കൊക്കെയാണ്, ഏത് ഓഡിയൻസിനെയാണെന്നുള്ളത് മനസ്സിലാക്കുക, ബ്രാൻഡിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുക, നമ്മളുടെ യൂസർ എക്സ്പീരിയൻസ് പറയുക. ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഈ ഫോൺ ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് യൂസുള്ള ആൾക്കാരുണ്ട്, ഇത് ഇറങ്ങുമ്പോൾ ഇതിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരിലോട്ട് അവരെ കൂടെ വെച്ചിട്ട് ഒരു ഒപ്പീനിയനോ റിവ്യൂ പറയുക, അവരെ എല്ലാവരും കൺസിഡർ ചെയ്ത് പറയുക. ലൈക്ക് ഐ സെഡ്, ഐ വാസ് നോട്ട് ലൈക്ക് ദാറ്റ്, ബട്ട് എപ്പോൾ തൊട്ടാ അങ്ങനെ ആയത്? കുറച്ച് ഐ തിങ്ക് പാസ്റ്റ് 1-2 years അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷസാം. അതായത് ആദ്യം മറ്റേ മുകളിലേക്ക് നമ്മൾ എന്താ സ്വൈപ്പ് ചെയ്ത് ലിങ്ക് ഇടുന്ന 10,000K ഫോളോവേഴ്സും സ്വൈപ്പ് ഫീച്ചറും, അതുപോലെ ഗോൾഡൻ ബട്ടൺ അല്ല സിൽവർ ബട്ടൺ, ഇതൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്. ചെറിയ ആഗ്രഹങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആഗ്രഹം ചോദിച്ചാൽ എന്താ പറയുക? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ, എന്തെങ്കിലും ഒരു സിനിമ എടുക്കുക എന്നുള്ളതാണ്. അത് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ആഗ്രഹം, ഇഫ് ഐ ക്യാൻ സേ. ഓക്കെ, അത് എന്താവുന്നു ടൈം വിൽ ടെൽ. സ്വന്തം എഴുതുമോ, കഥ എഴുതി അങ്ങനെയാണ്? എന്നാ അങ്ങനെ ചെയ്യുന്നതായിരിക്കും വൃത്തി. അതിനുള്ള ഒരു ടൈമും സ്പേസും ഒക്കെ സെറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി നൈസ്. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ. മറ്റേതൊക്കെ ഞാൻ പറയും, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. യെസ്. ഇപ്പൊ ഷസാമിന്റെ ഡയറക്ടർ എന്നുള്ള ആഗ്രഹം നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി ഇൻവൈറ്റ്സ്. ക്ലബ് FM 94.3 ടൺ കണക്കിന് ഫൺ.